ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുകയായിരുന്നു, അവൻ എഴുതുകയായിരുന്നു, അവൾ എഴുതുകയായിരുന്നു, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പറയുന്നത്. ഈ പേര് പഠിക്കേണ്ട കാര്യമില്ല, ഭാഷ പഠിക്കാൻ വേണ്ടി പേരൊന്നും അറിയേണ്ട കാര്യമില്ല. സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിയണം. സബ്ജക്റ്റ് ഞാൻ എഴുതുകയായിരുന്നു, ഞാനാണ് സബ്ജക്റ്റ്. അവൾ എഴുതുകയായിരുന്നു, അവളാണ് സബ്ജക്റ്റ്, അവൾ. അതിന്റെ കൂടെ ഒന്നില് വാസ് വയ്ക്കും അല്ലെങ്കിൽ വേർ വയ്ക്കും. വാസ് വേറെ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലെ രൂപങ്ങളാണ് വാസും വേറും. വാസ് സിംഗുലർ ആണ്, വേർ പ്ലൂറൽ ആണ്. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് വാസ് ആണ് ഉപയോഗിക്കുക. അതിന്റെ കൂടെ വെർബിന്റെ ക്രിയയുടെ ബേസ് ഫോം ഉപയോഗിക്കും. ബേസ് ഫോമിന്റെ കൂടെ ING എന്ന് ചേർക്കും. ഇതിനെ ബേസ് ഫോം പ്ലസ് ING ഫോം എന്ന് പറയാറുണ്ട്. അങ്ങനെ നമുക്ക് റൈറ്റിംഗ്, ഗോയിങ്, കമ്മിങ് ഇതെല്ലാം കിട്ടും. ഈ രീതിയിലാണ് ഈ വാചകം ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യത്തെ വാചകം കണ്ടു, ഐ വാസ് റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകതയും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇംഗ്ലീഷില് ഐ എന്നുള്ളത് ഞാൻ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക, സിംഗുലർ. ഇംഗ്ലീഷിലെ ഐ ഞാൻ എന്നുള്ളത് മിക്കപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുക. ചിലപ്പോ പ്രത്യേകമായിട്ട് ഐ ആം എന്നൊക്കെ പറയും. ചില സ്ഥലങ്ങളിൽ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ ആദ്യത്തെ വാചകം കണ്ടു, ഐ വാസ് റൈറ്റിംഗ്. ഇന്ന് കാണുന്നത് ഇതിന്റെ ചോദ്യമാണ്. മലയാളത്തില് ഞാൻ എഴുതുകയായിരുന്നു, ഞാൻ എഴുതുകയായിരുന്നു, ഞാൻ ഉറങ്ങുകയായിരുന്നു, ഞാൻ പഠിക്കുകയായിരുന്നു. ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം. എങ്ങനെയാണ്? വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ മതി. ഇവിടെ വെർബ് എന്ന് പറയുന്നത് വാസ് റൈറ്റിംഗ് ആണ്. അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. വാസ് മാത്രമല്ല, റൈറ്റിംഗ്, വാസ് റൈറ്റിംഗ് ആണ്. അല്ലെങ്കിൽ റൈറ്റിംഗ് മാത്രമല്ല, വാസും കൂടി വേണം. വാസ് റൈറ്റിംഗ്. മലയാളത്തിൽ ഒരു വാക്കേ ഉള്ളൂ, എഴുതുകയായിരുന്നു, ഒറ്റ വാക്കാണ്. ഇംഗ്ലീഷില് രണ്ട് വാക്കുകളാണുള്ളത്, വാസും റൈറ്റിംഗും. ഇതില് ആ വാസ് എന്നുള്ളത് മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ മതി. എഴുതുമ്പോ ചോദ്യചിഹ്നം അല്ലെ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ക്വസ്റ്റ്യനായി, ചോദ്യമായി. ഞാൻ എഴുതുകയായിരുന്നു, വാസ് ഐ റൈറ്റിംഗ്. പഠിക്കുമ്പോഴും അങ്ങനെ പഠിക്കണേ. വാസ് ഐ റൈറ്റിംഗ് അല്ല, വാസ് ഐ റൈറ്റിംഗ്, വാസ് ഐ റൈറ്റിംഗ്, അങ്ങനെ പഠിക്കണം. പിന്നെ ഒരിക്കലും തെറ്റ് പറ്റുകയില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. വാസ് ഐ റൈറ്റിംഗ് എ സ്റ്റോറി, വാസ് ഐ റൈറ്റിംഗ് എ സ്റ്റോറി, ഞാനൊരു കഥ എഴുതുകയായിരുന്നു. വാസ് ഐ റീഡിംഗ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിക്കുകയായിരുന്നു. വാസ് ഐ ക്ലീനിങ് ദ റൂം, വാസ് ഐ ക്ലീനിങ് ദ റൂം, ഞാൻ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. വാസ് ഐ കട്ടിംഗ് എ ട്രീ, ഞാനൊരു മരം മുറിക്കുകയായിരുന്നു. വാസ് ഐ ഡൂയിങ് ദ ഹോംവർക്ക്, ഞാൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. വാസ് ഐ ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അടുത്തത് ഹി വെച്ച്. വാസ് ഹി റൈറ്റിംഗ് എ സ്റ്റോറി, വാസ് ഹി റൈറ്റിംഗ് എ സ്റ്റോറി, വാസ് ഹി റൈറ്റിംഗ് എ സ്റ്റോറി, അവനൊരു കഥ എഴുതുകയായിരുന്നു. വാസ് ഹി റീഡിംഗ് എ ബുക്ക്, വാസ് ഹി റീഡിംഗ് എ ബുക്ക്, അവനൊരു പുസ്തകം വായിക്കുകയായിരുന്നു. വാസ് ഹി ക്ലീനിങ് ദ റൂം, അവൻ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. വാസ് ഹി കട്ടിംഗ് എ ട്രീ, അവനൊരു മരം മുറിക്കുകയായിരുന്നു. വാസ് ഹി ഡൂയിങ് ദ ഹോംവർക്ക്, അവൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. വാസ് ഹി ടീച്ചിങ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. ഷിയും സിംഗുലർ ആണ്, അവൾ. വാസ് ഷി റൈറ്റിംഗ് എ സ്റ്റോറി, അവളൊരു കഥ എഴുതുകയായിരുന്നു. വാസ് ഷി റീഡിംഗ് എ ബുക്ക്, അവളൊരു പുസ്തകം വായിക്കുകയായിരുന്നു. വാസ് ഷി ക്ലീനിങ് ദ റൂം, അവൾ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. വാസ് ഷി കട്ടിംഗ് എ ട്രീ, വാസ് ഷി കട്ടിംഗ് എ ട്രീ, അവളൊരു മരം മുറിക്കുകയായിരുന്നു. വാസ് ഷി ഡൂയിങ് ദ ഹോംവർക്ക്, അവൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. വാസ് ഷി ടീച്ചിങ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അടുത്ത രാജു ഒരാളാണ്. വാസ് രാജു റൈറ്റിംഗ് എ സ്റ്റോറി, വാസ് രാജു റൈറ്റിംഗ് എ സ്റ്റോറി, രാജു ഒരു കഥ എഴുതുകയായിരുന്നു. മുൻപും പറഞ്ഞതുപോലെ നമ്മൾ ഈ രീതിയിൽ ഇംഗ്ലീഷിൽ സാധാരണ പറയാറില്ല, പേരുകൾ വെച്ച്. വാസ് രാജു റൈറ്റിംഗ് എ സ്റ്റോറി. മലയാളത്തിൽ അങ്ങനെ പ്രശ്നമില്ല. രാജു ഒരു കഥ എഴുതുകയായിരുന്നോ, നമുക്ക് അങ്ങനെ ചോദിക്കാം. ഇംഗ്ലീഷിന് ഒരു ഒഴുക്ക് കിട്ടുന്നില്ല. നമ്മൾ രാജുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതിന് ശേഷമായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് രാജുവിന് പകരം ഹി വയ്ക്കും. സ്ത്രീകളാണെങ്കിൽ സീത,
അങ്ങനെയുള്ള വാക്കുകളൊക്കെ ആണെങ്കിൽ ഷീ വയ്ക്കും. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് 3 വെച്ച് പ്രാക്ടീസ് ചെയ്യുക. മറ്റ് വെർബ്സ് ക്രിയകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അർത്ഥമുള്ള വാചകം ഉണ്ടാക്കാൻ നോക്കണേ. രണ്ടാമത്തെ വാചകം നമ്മൾ ഇന്ന് കണ്ടു. ആദ്യത്തേത് ഞാൻ എഴുതുകയായിരുന്നു, ഐ വാസ് റൈറ്റിംഗ്. അതിന്റെ ചോദ്യമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഞാൻ എഴുതുകയായിരുന്നു, വാസ് ഐ റൈറ്റിംഗ്, വാസ് ഐ റൈറ്റിംഗ്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെ ആവർത്തിച്ച് ഒരു വാചകവും 10 പ്രാവശ്യമെങ്കിലും പറയുക. ഇവിടെ നമ്മൾ സ്റ്റോറി, ബുക്ക് എന്നൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിന് പകരം മറ്റ് ചെറിയ വാചകങ്ങളൊക്കെ പറയാം. ഉദാഹരണമായിട്ട് വാസ് ഹി സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങിയായിരുന്നു. വാസ് ഹി സ്റ്റഡിയിങ്, അവൻ പഠിക്കുകയായിരുന്നു. വാസ് ഹി റണ്ണിങ്, അവൻ ഓടുകയായിരുന്നു. വാസ് ഹി ഈറ്റിംഗ്, അവൻ തിന്നുകയായിരുന്നു. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിലൂടെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. പിന്നെ നല്ല ഒഴുക്കോടെ ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഇനി വേർബ്സിന്റെ ക്രിയകളുടെ ലിസ്റ്റ് ഉണ്ട്. കുറച്ച് വേർബ്സ് എല്ലാ ദിവസവും പഠിക്കുക. ഉച്ചാരണം, അർത്ഥമൊക്കെ പഠിക്കണം. 4 ഫോംസ് പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. പുതിയ വാക്കുകളും എപ്പോഴും പഠിക്കാൻ നോക്കണേ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന്
രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 14ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട്. സാധാരണ എസ്ഒ ഇഎസ്ഒ ഐഎസ്ഒ ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Do, did, done, fall, fell, fallen, forget, forgot, forgotten, give, gave, given, forgive, forgave, forgiven, go, went, gone, hide, hid, hidden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? 7 വെർബുകളും മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് ഫോം, പാസ്റ്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതിനുള്ള വെർബുകളൊക്കെ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. പ്രിഫർ, പ്രിഫേർഡ്, പ്രിഫേർഡ്, പുഷ്, പുഷ്ഡ്, പുഷ്ഡ്, റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്, റിയലൈസ്, റിയലൈസ്ഡ്, റിയലൈസ്ഡ്, റിമെയിൻ, റിമെയിൻഡ്, റിമെയിൻഡ്, റിലാക്സ്, റിലാക്സ്ഡ്, റിലാക്സ്ഡ്, റെസ്ക്യൂ, റെസ്ക്യൂഡ്, റെസ്ക്യൂഡ്, remove, removed, removed, rinse, rinsed, rinsed, risk, risked, risked, ruin, ruined, ruined, shiver, shivered, shivered, slow, slowed, slowed, smell, smelled, smelled. സ്മെൽറ്റ്, സ്മെൽറ്റ് എന്നും കൂടി അതിന് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. stir, stirred, stirred, train, trained, trained, trust, trusted, trusted, twist, twisted, twisted, whip, whipped, whipped, yarn, yarned, yarned, yell, yelled, yelled, support, supported, supported. അപ്പൊ ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇവയെല്ലാം പഠിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില വെർബുകൾ പ്രസന്റ് ഫോമിൽ സിംഗുലർ എഴുതുമ്പോൾ IES എന്നോ അല്ലെങ്കിൽ ES എന്നോ ഒക്കെ ആയിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം ഡു, ഡസ് അല്ലെ, ES ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. ചില വെർബുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ.